കതിരണിയാനിതിലേ പോരുമോ ഇതിലേ പോരുമോ നറുവെണ്ണിലാമണിത്തൂവൽ കുടമുള്ള പുത്തൊരീ നാളിൽ എഴുതിയ നിറങ്ങളിൽ കുന്നിമണി കണ്ണഴകി പനി പാടം കതിരണിയാനിതിലേ പോരുമോ ഇതിലേ പോരുമോ ഒരു തേവാരക്കാട്ടിൽ നീലരാമു പിറന്നാളുണ്ടത് നീ അറിഞ്ഞില്ലേ വിളിക്കാതെ വന്നു വിളക്കായി നിനക്കെന്റെ രാഗം സ്വരച്ചിന്തു തന്നു കുന്നിമണി കണ്ണഴകി പനിനീർ പാടം കതിരണിയാനിതിലേ പോരുമോ കുളിരോളം കഥ പാടിത്തരുവോളം കാത്തിരുന്ന മിഴിക്കിനാവിന് കണ്ണടഞ്ഞില്ലേ ഇണയ്ക്കായൊരന്നം നിനക്കായി ായി മുന്നിൽ കരം നീട്ടി നിൽക്കാം കുന്നിമണി കണ്ണഴകി പനിനീർ പാടം കതിരണിയാനിതിലേ പോരുമോ ഇതിലേ പോരുമോ നറുവെണ്ണിലാമണിത്തൂവൽ കുടമുള്ള പുത്തൊരീ നാൾ എഴുതിയ നിറങ്ങളിൽ
അവനല്ല അങ്ങോട്ടിരിക്കുന്നു അത് മറ്റേ സുരേഷ് വന്നിരുന്നാ സ്നേഹത്തിൽ വാഴുന്നീ ഭവനം നാഥനാകും ദൈവം വഴി നടത്തുമെന്നും ഭയപ്പെടേണ്ടതില്ലും
ചിന്ന ഹായ് ಹೌದು ಡ್ರೈವರ್ಸ್ ಎಲ್ಲ ಹೋಗಿದ್ದಾರೆ ದೇವಸ್ಥಾನಕ್ಕೆ ಬೇರೆ ಯಾರು ಸಂತೋಷ ഫേസും അറിയാതെ അളിയുടെ ഫേസും കിട്ടണം കേട്ടോ. നല്ല കാര്യമുള്ളൂ.
ഇവിടെ പൈസ ഇങ്ങോട്ട് നോക്കും ഏതാ അവളിപ്പം ചിരിപ്പിക്കാതെ ചിരിപ്പിക്കാതെ बटन से उन्होंने डाला ना ചേട്ടാ ചേർന്നതായിട്ട് മറ്റേ ചേർന്ന് വിളിക്കണം വിളിച്ചാലും വിളിക്കണം എല്ലാവരും ഒന്ന് പിടിച്ചോ ആദ്യം ടവല് ശരിയായിട്ടില്ല ശരിയായിട്ടില്ല ശരിക്കും മതക്കാരല്ല കിട്ടുന്നത് നോക്കിയത് പതുക്കെ ഒന്ന് സൈഡിലേക്ക് നോക്കിയാൽ സൈഡിലേക്കാണ് ജനൽ നോക്കിയാൽ ജനൽ നോക്കിക്കോ ശരിക്കും ശരിക്കും ശരി നോക്കിയോ Walking in the moonlight, I'm thinking of you. Listening to the raindrops, I'm thinking of you. Ilaman kannilude, I'm thinking of you. Ilaneer kanavilude, I'm thinking of you. Hey Saloma, oh Saloma, oh Saloma. Walking in the moonlight, I'm thinking of you. Listening to the raindrops, I'm thinking of you. Ilaman kannilude, I'm thinking of you. Ilaneer kanavilude, I'm thinking of you. Hey Saloma, oh Saloma, hey Saloma. Saloma. ദൂരത്തു കണ്ടാൽ അറിയാത്ത ഭാവം അരികത്ത് വന്നാൽ ആതിരാ പാൽക്കുടം മുള്ളുള്ള വാക്ക് മുനയുള്ള നോക്ക് കാണാത്തതെല്ലാം കാണുവാൻ കൗതുകം ഉലയുന്ന ഭൂമി മദനന്റെ വില്ല് മലരമ്പ് പോലെ നിറമുള്ള നാണം
വിടരുന്ന പനിനീർ പരുവം മനസ്സിനുള്ളിൽ. ഹേ സലോമ സലോമ ഹേ സലോമ 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 ഹേ സലോമ 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 ഹേ സലോമ സലോമ സലോമ. I'm thinking of you. I'm thinking of you. ഇളമാൻ കണ്ണിലൂടെ I'm thinking of you. ഇളനീർ കനവിലൂടെ I'm thinking of you. പതിനേഴിനഴക് കൊലുസിട്ട കൊഞ്ചൽ ചിറകുള്ള മോഹം കൂന്തലിൽ കാർമുകിൽ നെഞ്ചം തുളുമ്പും മിന്നൽ തിടമ്പ് മിണ്ടുന്നതെല്ലാം പാതിരാ പൂമയാ ചുണ്ടോട് ചുണ്ടിൽ നുരയുന്ന ദാഹം മെയ്യോട് ചേർത്താലാരാട്ട് വേണം അനുരാഗമുല്ലപ്പന്തൽ കനവായി. ഹേ സലോമ 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 ഹേ സലോമ 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 ഹേ സലോമ 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 ഹേ സലോമ സലോമ സലോമ. ക പരേ സ സനി ദ സ സരേ ക പരേ സ സനി ദ സ സരേ. ഫൈനൽ ടച്ചപ്പ് ചെയ്തോ. ബാക്ക്ഗ്രൗണ്ട് ആക്കിയിരിക്കുക. മോമയൊക്കെ ഇല്ലേ? അത് പൈസ കർത്താവായ യേശുവേ, കുരിശിൽ ചിന്തത്തിൽ രക്തത്താലും കുരിശിൽ നേടിയ മഹത്വത്താലും അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ സമൂഹങ്ങളെയും ഞങ്ങളുടെ ഈ രാജ്യത്തെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും എല്ലാ ദുഷ്ടപിശാചികളെയും അവയുടെ പ്രവർത്തനങ്ങളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുകയും ബഹിഷ്കരിക്കുകയും അവിടുത്തെ പാദപീഠത്തെങ്കിൽ വയ്ക്കുകയും ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ നീതി അനുസരിച്ച് അവയോട് പെരുമാറുക. കർത്താവെ, ഞങ്ങളുടെ തിരുരക്തത്താൽ ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലകളെയും അങ്ങയുടെ തിരുരക്തത്താൽ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം കാവൽ ദൂതന്മാരുടെ കാവൽ നൽകി ഞങ്ങളെ സംരക്ഷിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. യേശുവേ സ്തോത്രം. ദൈവമേ നന്ദി. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ നന്ദി. കർത്താവായ ഈശോയെ കടന്നു വരണമേ. ഞങ്ങളുടെ ഈ ഭവനത്തിൻ്റെ നാഥനായി അങ്ങ് വാഴണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ അങ്ങ് രാജാവായി വാഴണമേ. യേശുവേ നാഥ, ഞങ്ങളെ ഓരോരുത്തരെയും പൂർണ്ണമായി ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ഈശോയെ, ഇന്നേ ദിവസം കർത്താവെ വിവാഹിതരാകുന്ന രഞ്ജുവിനെയും ലൈസയെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ഈശോയെ, അവരെ ഏറ്റെടുക്കുന്ന അവരെ അങ്ങ് ഏൽപ്പിക്കുന്ന ദൗത്യം കുടുംബജീവിതമാണല്ലോ. കർത്താവായ ഈശോയെ, ആ കുടുംബജീവിതം വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടി കാത്തു പാലിക്കുന്നതിന് നാസറത്തിലെ
തിരുക്കുടുംബത്തിലെ വിശുദ്ധിയും വിശ്വസ്തതയും സ്നേഹവും ഐക്യവും മക്കൾക്ക് നൽകി കർത്താവായ ഈശോയെ മക്കളെ അങ്ങ് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവായ ഈശോയെ അങ്ങയുടെ സ്നേഹത്തിലെ മക്കളെ നിറയ്ക്കണമേ. കർത്താവായ ഈശോയെ എല്ലാവരുമായി സ്നേഹത്തിലും ഐക്യത്തിലും ഒരേ ഹൃദയത്തോടും ഒരേ ആത്മാവോടും കൂടെ കർത്താവായ ഈശോ അങ്ങയുടെ തിരുസന്നിധിയിൽ വ്യാപരിക്കുന്നതിനും എല്ലാവരെയും പരസ്പരം സ്നേഹിക്കുന്നതിനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. കർത്താവായ ഈശോയെ മക്കളുടെ കുടുംബജീവിതം ഏറ്റെടുക്കുന്ന ഇന്നേ ദിവസം കർത്താവെ ഈ മക്കളെ അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിച്ച് കർത്താവായ ഈശോയെ മക്കളുടെ ഭാവി ജീവിതത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ രക്തസംരക്ഷണം നൽകി ഈ മക്കളെ അങ്ങ് കാത്തു സംരക്ഷിക്കണമേ. ഉയർത്തെഴുന്നേറ്റ കർത്താവെ അങ്ങയുടെ ആണിപ്പാടുള്ള കരം എപ്പോഴും ഈ മക്കളുടെ മേലും ഞങ്ങളുടെ ഓരോരുത്തരുടെയും മേലും ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണവും കാവൽദൂതന്മാരുടെ കാവലും പരിശുദ്ധ അമ്മേ മാതാവേ, സകല മാലാഖമാരെ, സകല വിശുദ്ധരെ, സകല അപ്പോസ്തലന്മാരെ, സകല രക്തസാക്ഷികളെ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കണമേ. ഈ മക്കളുടെ പേരിന് കാരണമായിരിക്കുന്ന പുണ്യവാനെ പുണ്യവതിയെ ഈ മക്കളോട് കൂടിയായിരിക്കണമേ. ഈ മക്കൾക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കണമേ. അമ്മേ മാതാവേ, അമ്മയുടെ വസ്ത്രാഞ്ചലത്തിൽ ഈ മക്കളെ പൊതിഞ്ഞ് കാത്ത് സംരക്ഷിക്കണമേ. യേശുവേ സ്തോത്രം. ദൈവമേ നന്ദി കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ നന്ദി കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവമേ നന്ദി കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവമേ നന്ദി കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി. ദൈവമേ നന്ദി കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധ അമ്മേ മാതാവേ, കാനായിലെ കല്യാണ വിരുന്നിലെ അങ്ങേ തിരുകുമാരനോട് ആ ഭവനത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിച്ചതുപോലെ ഇന്നേ ദിവസം ഈ ഭവനത്തിലെയും ഈ മക്കളുടെ വിവാഹത്തിൻ്റെ ഈ അവസരത്തിൽ ഞങ്ങളോട് കൂടിയായിരുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും അമ്മ അങ്ങേ തിരുകുമാരനോടുകൂടെ ഞങ്ങളോട് കൂടിയായിരിക്കണമേ. ഇന്ന് നടക്കുന്ന എല്ലാ ദിവ്യബലിയിലും അത് കഴിഞ്ഞുള്ള റിസപ്ഷനിലും എല്ലാം അമ്മേ ഞങ്ങളോട് കൂടിയായിരിക്കണമേ. അങ്ങേ തിരുക്കുമാരനോടുകൂടി ഞങ്ങളോട് കൂടിയായിരുന്ന് എല്ലാം ഭംഗിയായി അങ്ങ് നടത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്ദി. എല്ലാവരും ഞങ്ങളും പോട്ടെ, കഷ്ടം പോട്ടെ, സുഹൃത്ത് ഫീസാണോ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധ പിടിച്ചല്ലോ. അടുത്ത് നിന്ന് കേട്ടോ. ഒന്നും പൈസ തരാൻ ഇങ്ങനെ ഓപ്പോസിറ്റ് വന്ന അതാ പ്രശ്നം. ഒരാളെ
ഇറങ്ങിയോ ഇറങ്ങിയോ ഡോറ് ഗേറ്റ് ചേട്ടാ ഒന്ന് സൈഡിലേക്ക് നിങ്ങൾ വണ്ടിയില്ലല്ലോ നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ വണ്ടി ബൈക്ക് മാറുന്നു അതെ ഡോറും തുറന്നോടത്തെ ഡോറും തുറന്നോ കേറിക്കോ കേറിക്കോ ബിജി കൊണ്ടുവരാ വേണ്ട ബിജി ഇപ്പൊ കൊണ്ടുവരും അതല്ലാണ് ഇരിക്കുന്നത് വന്നു
നമുക്ക് കയറിപ്പോ നമുക്ക് കയറിപ്പോട്ടാ അതൊന്നും മടിച്ചു ആ ഇറങ്ങിയാൽ മതി അവിടെ ഇറങ്ങിക്കോ ആ ഡോറ ഒരുമിച്ച് ഇങ്ങോട്ട് പറ്റേ സൈഡിൽ നിന്ന് കേട്ടോ ഒരുമിച്ച് നമ്മുടെ വണ്ടിക്കകത്ത് ഒരുമിച്ച് നമ്മുടെ വണ്ടിക്കകത്ത് റോണി അവിടെ ഇരിക്കട്ടെ
നല്ലവനായ ദൈവം ഈ മക്കളെ രണ്ടുപേരെയും സമർത്ഥമായി അനുഗ്രഹിച്ചിട്ടുണ്ട്. ഈ വിവാഹം എന്ന കൂദാശയിലൂടെ അവിടുത്തെ ശക്തമായ അനുഗ്രഹം മൈക്കിളിനും മേരിക്കും സമർത്ഥമായി ലഭിക്കുവാൻ പോകുന്നു. ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും ഇവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ഭക്തിയോടും ഏകാഗ്രതയോടും തീഷ്ണതയോടും കൂടി ഈ പ്രാർത്ഥനകളിൽ പങ്കെടുത്ത് ഇവരെ ദൈവത്തിന് സമർപ്പിക്കുക. ബന്ധിതരാകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സ്വർഗീയ വരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് മാതൃകാപരമായി ജീവിക്കുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നു കളയുക. അദ്ദേഹം നിന്റെ നാഥനാകുന്നു. അദ്ദേഹത്തെ വന്ദിക്കുക. അവരുടെ മേലെങ്കിൽ പൊന്നു പൊതിഞ്ഞതാകുന്നു. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരുമ്പോൾ അങ്ങയുടെ സ്നേഹത്താൽ സുരഭിലമായ ഹൃദയത്തോടും അങ്ങയുടെ ജ്ഞാനത്താൽ പ്രകാശിതമായ ആത്മാവോടും കൂടെ ആനന്ദപൂർവ്വം അവിടുത്തെ എതിരേൽക്കുവാനും അനുഗ്രഹ സമ്പന്നമായ സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശം ലഭിക്കും. നാഥാങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. അങ്ങയെ ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങൾ എന്നും കടപ്പെട്ടവരാകുന്നു. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. ഭാര്യമാരെ നമ്മുടെ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാരെ അനുസരിക്കുകയും മിശിഹ സഭയുടെ ശിരസ്സും ശരീരത്തിന്റെ രക്ഷകനുമായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാകുന്നു. അതിനാൽ തിരുസഭ മിശിഹായ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യത്തിലും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണം. ഭർത്താക്കന്മാരെ മിശിഹ തന്റെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. സ്വന്തം ശരീരത്തെ എന്നവണ്ണം നിങ്ങൾ അവരെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. സ്വന്തം ശരീരത്തെ ആരും ഒരിക്കലും വെറുക്കുകയില്ല. മിശിഹ തന്റെ സഭയെ എന്ന പോലെ ഓരോരുത്തരും അതിനെ തീറ്റിക്കൊല്ലുന്നു. നാം മിശിഹയുടെ ശരീരത്തിലെ അവയവങ്ങളാണല്ലോ. ഹൃദയത്തിൻ പണിവാതിൽ തുറക്കും
നിങ്ങളോടുകൂടെ ആത്മാവോടുകൂടെ വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. പ്രീശന്മാർ അടുത്തു ചെന്ന് ഈശോയെ പരീക്ഷിക്കുവാനായി ഇപ്രകാരം ചോദിച്ചു: ഏതെങ്കിലും കാരണത്താൽ ഒരാൾക്ക് തന്റെ ഭാര്യയെ പരിത്യജിക്കുവാൻ പാടുണ്ടോ? അവിടുന്ന് അവരോട് അരുളി ചെയ്തു: സൃഷ്ടാവ് ആദിയിൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിച്ചു. തന്നിമിത്തം പുരുഷൻ തന്റെ മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് ചേരുമെന്നും അവർ ഇരുവരും ഒരു ശരീരമായി തീരുമെന്നും അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. നല്ലവനായ ദൈവം ഈ രണ്ടു മക്കളെയും പരസ്പരം ബന്ധിതരായി തീർക്കുകയാണ്. കുടുംബ ജീവിതത്തിന് ഇവിടെ ആരംഭം കുറിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ 18-19 തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്: ദൈവം ആദിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നും മനുഷ്യനിൽ ദൈവം തന്റെ സ്നേഹം നിക്ഷേപിച്ചു എന്നും അങ്ങനെ താൻ സ്നേഹിക്കുന്ന ഈ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്നും ദൈവത്തിന് മനസ്സിലായി. മൃഗങ്ങളെയും ഈ മനുഷ്യന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവൻ അതിനെല്ലാം പേരിട്ടു. അവൻ പേര് വിളിച്ചതെല്ലാം അതിന് പേരായി മാറി. എന്നാൽ അവയിലൊന്നും അവന് ചേർന്ന ഇണയെ അവൻ കണ്ടില്ല. എത്ര മനോഹരമായ രീതിയിലാണ് വേദപുസ്തകം വർണ്ണിച്ചു പോകുക. മനുഷ്യന് ചേർന്ന ഇണയെ, പുരുഷന് ചേർന്ന ഇണയെ താൻ നൽകുമെന്ന് പ്രഖ്യാപിക്കുന്ന ദൈവം അവന്റെ തന്നെ ഭാര്യയിൽ നിന്ന് സ്ത്രീക്ക് ജന്മം കൊടുത്ത് താൻ നിർമ്മിച്ച സൃഷ്ടിച്ച ആ സ്ത്രീയിൽ ദൈവം തന്റെ സനാതനമായ സ്നേഹവും പരിശുദ്ധിയും സൗന്ദര്യവും എല്ലാം നിറച്ച് ഉറങ്ങിക്കിടക്കുന്ന ആദത്തിന്റെ മുമ്പിൽ അവളെ കൊണ്ടുവരികയാണ്. നിദ്രയിൽ നിന്നുണർന്ന ആദം തന്റെ മുമ്പിൽ നിൽക്കുന്ന ദൈവസ്നേഹത്തിന്റെ തിടമ്പിനെ, ദൈവസ്നേഹത്തിന്റെ പ്രതിച്ഛായയെ, ദൈവിക സൗന്ദര്യത്തിന്റെ ശക്തിയെ അവിടെ കണ്ടിട്ട് ആദം എഴുന്നേറ്റ് അവളെ ആശ്ലേഷിച്ചുകൊണ്ടുള്ള രീതിയിൽ പറയുകയാണ്: ഇവളെന്റെ അസ്ഥിയുടെ അസ്ഥിയും എന്റെ മാംസത്തിന്റെ മാംസവുമാണ്. വിവാഹിതനാകുന്ന ഭർത്താവ് തന്റെ ഭാര്യയെ കുറിച്ച് പറയേണ്ട വാചകമാണത്: ഇവളെന്റെ അസ്ഥിയുടെ അസ്ഥിയും എന്റെ മാംസത്തിന്റെ മാംസവുമാണ് എന്ന്. അങ്ങനെ അവിടെ കുടുംബജീവിതത്തിന് വാസ്തവത്തിൽ ആരംഭം കുറിക്കുന്നു. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്നും ഉൽപ്പത്തിയുടെ പുസ്തകം വേർപെടുത്താൻ ഒരു വ്യക്തിക്ക് സാധ്യമല്ല എന്ന് വേദി പറയേണ്ടിയിരിക്കുന്നു. കാരണം വിവാഹം സ്നേഹത്തിന്റെ ഉടമ്പടിയാണ്. ഇതൊരു ഉടമ്പടിയാണ്. ഇത് ഇത്രയും പേരുടെ മുമ്പിൽ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് രഞ്ജുവും മേരിയും വലിയൊരു ഉടമ്പടിക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. രണ്ടുപേരും പരസ്പരം കരങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ടും വേദപുസ്തകത്തിൽ കരം വെച്ചുകൊണ്ടും ഒരു വലിയ ഉടമ്പടിയാണ്. ഈ ഉടമ്പടിക്ക് വാസ്തവത്തിൽ മാറ്റമില്ല. സ്നേഹമുള്ളവരെ, ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. രഞ്ജുവും മേരിയും കാര്യം ഓർക്കട്ടെ. വിവാഹ ജീവിതം, കുടുംബ ജീവിതം അത് ധന്യമാണ്, അത് ശ്രേഷ്ഠമാണ്, അത് ദൈവികമാണ്, അത് ചൈതന്യം നിറഞ്ഞതാണ്. എന്നാൽ ഈ കുടുംബ ജീവിതത്തിൽ പലപ്പോഴും പ്രയാസങ്ങളും വെല്ലുവിളികളും സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കും. കുടുംബജീവിതം ദൈവം സ്ഥാപിച്ചതാണ്, ദൈവികമാണ്, ദൈവത്തിന്റെ സാന്നിധ്യം അവിടെയുണ്ട്. എങ്കിലും ശരി, അവിടെയും ഉണ്ടാകും പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും ഒക്കെ. ഹൃദയത്തോടെ, ഒരേ മനസ്സോടെ, ഒരേ ആത്മാവോടുകൂടി ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്ത് എന്താണ് നിങ്ങൾ കേൾക്കുന്നത് ചോദിച്ച് സ്നേഹപൂർവ്വം ചോദിച്ച് പങ്കുവയ്ക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹം വർഷിക്കും. വിവാഹം എന്ന പരികർമ്മം ദിവ്യബലിയുടെ മധ്യ നിർത്തിയാണ്. നിങ്ങൾ പാടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇവിടുത്തെ ദിവ്യബലിയിൽ പങ്കെടുത്തേ. ഈ ദിവ്യബലിയിൽ ഈ ഈശോയുടെ സാക്ഷ്യം നിർത്തി ഇന്ന് വിവാഹിതരാകുന്ന നിങ്ങള് പാടുണ്ടെങ്കിൽ എല്ലാ ദിവസവും തന്നെ ദിവ്യബലിയിൽ പങ്കെടുത്തിട്ട് യേശുവിന്റെ ശരീരവും രക്തവും സ്വീകരിച്ച് നിങ്ങൾ ശക്തി പ്രാപിച്ചേ. ഞായറാഴ്ചകളിൽ നിർബന്ധം പിടിച്ച് ഒരുമിച്ച് ഇവിടെ വരുവാനും ഇതുപോലെ തന്നെ ഒരുമിച്ച് ഈശോയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി യേശുവിന്റെ തിരുശരീരവും തിരുരക്തവും സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ കുടുംബജീവിതം തുടരുക. യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ തിരുവചനത്തില് അതായത് കുടുംബജീവിതത്തില് അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ എപ്പോഴും ഓർക്കണം, നിങ്ങൾ അധ്വാനിക്കുമ്പോഴ് രഞ്ജു ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴ് ഈ ബിസിനസ് നടത്തുന്നത് രഞ്ജുവിന്റെ ബ്രെയിൻ അല്ല.
രഞ്ജുവിന്റെ കാര്യശേഷിയുമല്ല, ശക്തിയുമല്ല. ദൈവഹിതത്തിന് വിധേയമായി തീർന്നുകൊണ്ട് എന്റെ ദൈവമേ അങ്ങ് തന്നെ എനിക്ക് വേണ്ടി എന്നിൽ ഇടപെടണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടും ദൈവത്തെ വിളിച്ചുകൊണ്ടും ആ മകൻ മുന്നോട്ട് പോകുമ്പോൾ ദൈവം അവിടെ കൃപ വർഷിക്കാൻ തുടങ്ങും. വേദനകൾ വരുമ്പോഴേ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളെ സഹായിക്കുവാൻ നിങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരിച്ചൻ ഇവിടെയുണ്ട്. ദിവ്യബലി അർപ്പിച്ച് നിങ്ങൾക്ക് ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു തരുവാൻ അദ്ദേഹം ഇവിടെയുണ്ട്. ഉപദേശിക്കുവാനുണ്ട്. പ്രയാസങ്ങളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വെച്ച് അത് നിങ്ങളെ നശിപ്പിക്കാനും അനുവദിക്കരുത്. വിഷമ കുടുംബത്തിൽ കിട്ടും. കുടുംബത്തിൽ ഐക്യത്തിൽ മുന്നോട്ട് പോകാൻ, പരസ്പരം ക്ഷമിക്കുവാൻ, വിട്ടുവീഴ്ച ചെയ്യുവാൻ, സഹിക്കുവാൻ, അതുപോലെ തന്നെ അധ്വാനിക്കാൻ ഇതിനെല്ലാം ഒരു സാക്രമെന്റൽ പവർ ആവശ്യമുണ്ട്. എല്ലാ ദിവസവും നിങ്ങൾ ഒരുമിച്ച് ചെല്ലുകയും ചെയ്യുമ്പോഴേ അവിടെ കുടുംബം അത്ഭുതകരമായ രീതിയിൽ മുന്നോട്ട് പോകാറുള്ളത്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആ കുടുംബത്തിൽ ധാരാളം ഉണ്ടാകും. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, ദൈവം നിങ്ങൾക്ക് നൽകുന്ന ദാനങ്ങളാണ്, വരമാണ് നിങ്ങളുടെ മക്കള്. ഉൽപ്പത്തി പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ആദ്യത്തെ വചനത്തിൽ തന്നെ പറയുന്നുണ്ട്, സാറ അബ്രാഹത്തെ വിളിച്ചോട് പറയാണ്. അബ്രാഹത്തെ വിളിച്ചോട് പറഞ്ഞു, ദൈവം ഒരു മകനെ തരുവാൻ, ഒരു കുഞ്ഞിനെ തരുവാനുള്ള വരം എനിക്ക് നൽകിയിട്ടില്ല പറയാണ്. ഒരു കുഞ്ഞിനെ നൽകുവാനുള്ള വരം എനിക്ക് നൽകിയിട്ടില്ല എന്ന് പറയാണ്. എന്നിട്ട് ഹാഗാറിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ എന്ന് പറഞ്ഞ് ഹാഗാറിന്റെ പക്കലേക്ക് അവരെ സാറ നയിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ വരവും ദൈവത്തിന്റെ സ്നേഹദാനവുമാണ്. ഈ വരത്തെയും ഈ സ്നേഹദാനത്തെയും നമ്മൾ സന്തോഷപൂർവ്വം അതുപോലെ തന്നെ വിശ്വാസത്തോടെ തന്നെ സ്വീകരിക്കുക. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കിട്ടുകയില്ല. അതുകൊണ്ട് ദൈവം തരുന്ന ആ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വരമാണ്, ദൈവത്തിന്റെ ദാനമാണ്. ഈ നിർമ്മലമായ വരത്തെ നിങ്ങൾ ദൈവകരങ്ങൾ നിലയിൽ സ്വീകരിക്കുക. ഒരപ്പനും അമ്മയും വിശുദ്ധീകരിക്കപ്പെടുന്നത് മക്കളെ വളർത്തി ദൈവത്തിന് വേണ്ടി അവരെ വളർത്തി ഉയർത്തുമ്പോഴാണ് അപ്പനും അമ്മയും വിശുദ്ധീകരിക്കപ്പെടുക. അങ്ങനെ സ്നേഹമുള്ള രഞ്ജുവും മേരി പ്രത്യേകം ഓർക്കട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ അത് നിങ്ങളുടേതല്ല, നിങ്ങൾ കാവൽക്കാർ മാത്രമാണ്, നിങ്ങൾ വളർത്തേണ്ടവർ മാത്രമാണ്. അത് ദൈവത്തിന്റെ മക്കളാണ്. ധാരാളം ഉണ്ടായിരിക്കും. നമുക്ക് എല്ലാവരും എഴുന്നേറ്റുന്നത് ഈ രഞ്ജിന് വേണ്ടിയും അതുപോലെ തന്നെ മേരിക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ മക്കളുടെ കുടുംബത്തിൽ ദൈവം ധാരാളം അനുഗ്രഹങ്ങൾ വർഷിക്കും. മൈക്കിൾ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ മേരിയെ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നുവോ?